أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവചരിത്രത്തിലെ ഭാഗങ്ങളും സ്വഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉണ്ടായിരുന്ന അനുരക്തിയുടെ ബന്ധത്തെപ്പറ്റിയുമാണ് പറഞ്ഞു വന്നിരുന്നത്. ഇതിൽ ഖാരിജ ബിൻ സയ്ദിൻ്റെ ഷഹാദത്തിൻ്റെ വിവരണവും കാണപ്പെടുന്നുണ്ട്. ഹദരത്ത് ഖാരിജ ഉഹദ് യുദ്ധത്തിൽ ധീരമായി പൊരുതിക്കൊണ്ട് ഷഹാദത്ത് വരിച്ചു. അമ്പുകൾക്കിടയിൽ അകപ്പെട്ടു. അദ്ദേഹത്തിന് 13 പരം മുറിവുകൾ പറ്റിയിരുന്നു. അദ്ദേഹം പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. സഫ്വാൻ ബിൻ ഉമയ്യ അദ്ദേഹത്തിനടുത്തുകൂടി പോവുകയുണ്ടായി. അയാൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ആക്രമിച്ച് ഷഹീദാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വികൃതമാക്കി. എന്നിട്ട് പറഞ്ഞു, ഇയാൾ ബദർ യുദ്ധത്തിൽ അബൂ അലിയെ വധിച്ചവനാണ്. അതായത് എൻ്റെ പിതാവ് ഉമയ്യ ബിൻ ഖൽഫിനെ വധിക്കുകയുണ്ടായി. ഇപ്പോൾ എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂട്ടുകാരിൽ ഏറ്റവും നല്ലവരെ കൊന്നുകൊണ്ട് മനസ്സിന് കുളിര് പകരാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അയാൾ ഇബ്നു കൗക്കൽ, ഹദരത്ത് ഖാരിജ ബിൻ സയ്ദ്, ഔസ് ബിൻ അർക്കം എന്നിവരെ ഷഹീദാക്കുകയുണ്ടായി. ഹദരത്ത് ഖാരിജയും ഹദരത്ത് സാദ് ബിൻ റബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതൃവ്യ പുത്രന്മാരായിരുന്നു. അവരെ ഒരേ ഖബറിലാണ് മറവടക്കിയത്. നിവേദനത്തിൽ പറയുന്നു, ഉഹദ് ദിവസം ഹദരത്ത് അബ്ബാസ് ബിൻ ഉബാദ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, അല്ലയോ മുസ്ലിം സമൂഹമേ, അള്ളാഹുവിനോടും നിങ്ങളുടെ നബിയോടും ചേർന്നിരിക്കുവിൻ. നിങ്ങൾക്ക് ഉണ്ടായ പ്രയാസം നിങ്ങളുടെ നബിയെ ധിക്കരിച്ചതുകൊണ്ടാണ് സംഭവിച്ചത്. അവൻ നിങ്ങൾക്ക് സഹായ വാഗ്ദാനം നൽകിക്കൊണ്ടിരുന്നു, പക്ഷേ നിങ്ങൾ ക്ഷമ കാണിച്ചില്ല. തുടർന്ന് ഹദരത്ത് അബ്ബാസ് ബിൻ ഉബാദ തൻ്റെ പടച്ചട്ടിയും പടത്തൊപ്പിയും അഴിച്ചുമാറ്റി. ഹദരത്ത് ഖാരിജ ബിൻ സയ്ദിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഖാരിജ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്, അതായത് ഷഹാദത്ത്. അങ്ങനെ അവർ ശത്രുക്കളുമായി ഏറ്റുമുട്ടി. അബ്ബാസ് ബിൻ ഉബാദ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വല്ല പ്രയാസവും ഉണ്ടായാൽ നമുക്ക് നമ്മുടെ റബ്ബിന് മുന്നിൽ എന്ത് ഒഴികഴിവാണ് ഉണ്ടാവുക? ഹദരത്ത് ഖാരിജ ഇങ്ങനെയും പറഞ്ഞിരുന്നു, നമുക്ക് നമ്മുടെ നാഥന് മുന്നിൽ ഒരു ഒഴികഴിവോ തെളിവോ പറയാനുണ്ടാകില്ല. ഹദരത്ത് അബ്ബാസ് ബിൻ ഉബാദയെ സുഫിയാൻ ബിൻ അബ്ദുഷംസ് സലമിയാണ് ഷഹീദാക്കിയത്. ഖാരിജ ബിൻ സയ്ദിന് അമ്പുകൾ കൊണ്ടത് കാരണം 10ലധികം മുറിവുകൾ പറ്റിയിരുന്നു. ഒരു ഉദ്ധരണിയിൽ പറയുന്നു, ഉഹദ് യുദ്ധ ദിവസം ഹദരത്ത് മാലിക് ബിൻ ദുക്ഷം ഹദരത്ത് ഖാരിജ ബിൻ സയ്ദിൻ്റെ അടുക്കലൂടെ കടന്നു പോകാൻ ഇടവന്നു. ഹദരത്ത് ഖാരിജ പരിക്കുകളേറ്റ് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 13ഓളം മാരകമായ പരിക്കുകൾ പറ്റിയിരുന്നു. ഹദരത്ത് മാലിക് അദ്ദേഹത്തോട് പറഞ്ഞു, ഹദരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാക്കപ്പെട്ടത് നിങ്ങൾക്ക് അറിയില്ലേ? ഇത് കാഫിരീങ്ങളുടെ രണ്ടാമത്തെ
ആക്രമണത്തിന് ശേഷമുള്ള പരാമർശമാണ്. ഹദരത്ത് ഖാരിജ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാക്കപ്പെട്ടാലും അള്ളാഹു തീർച്ചയായും ജീവിച്ചിരിക്കുന്നു, അവൻ മരിക്കുന്നതല്ല. അതായിരുന്നു അവരുടെ ഈമാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം എത്തിച്ചു തന്നിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുവിൻ. ശത്രുക്കൾ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണ്, നിങ്ങളും യുദ്ധം ചെയ്യുക. നമ്മുടെ കടമയും അള്ളാഹുവിനു വേണ്ടി ജീവൻ ത്യജിക്കുക തന്നെയാണ്. ഇനി ഹദ്രത്ത് ഷമാസ് ബിൻ ഉസ്മാന്റെ ഷഹാദത്ത് വിവരണമാണ്. ഹദ്രത്ത് ഷമാസ് ബിൻ ഉസ്മാൻ ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ധീരതയോടെ പൊരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഷമാസ് ബിൻ ഉസ്മാനെ പരിചയപ്പോലെയാണ് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തും വലത്തും എവിടെ നോക്കിയാലും ഷമാസിനെ കണ്ടിരുന്നു. ഉഹദ് യുദ്ധത്തിൽ തൻ്റെ വാളുകൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു. അങ്ങനെ ഒരു വേള, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കപ്പെടുകയും കല്ലേറ് കൊള്ളുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹാത്സ്യപ്പെട്ടു. ഷമാസ് താൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ പരിചയായി നിന്നു. അങ്ങനെ അദ്ദേഹത്തിന് ശക്തമായ പരുക്കുകൾ പറ്റി. ഹദ്രത്ത് ഷമാസിനെ അതേ അവസ്ഥയിൽ മദീനയിലേക്ക് എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ഹദ്രത്ത് ആയിഷയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഹദ്രത്ത് ഉമ്മ സൽമ പറഞ്ഞു, എൻ്റെ പിതൃപുത്രനെ എൻ്റെ അടുക്കലേക്കല്ലാതെ മറ്റ് എവിടേക്കെങ്കിലുമാണോ കൊണ്ടുപോകുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ ഉമ്മ സൽമയുടെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോവുക. അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോയി. അദ്ദേഹം അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് മരണമടഞ്ഞത്. അദ്ദേഹം ഉഹദിൽ നിന്ന് പരിക്കേറ്റ അവസ്ഥയിലാണ് വന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന പ്രകാരം ഹദ്രത്ത് ഷമാസിനെ ഉഹദിന്റെ മൈതാനത്ത് കൊണ്ടുപോയി അവിടെയുള്ള ഖബറുകളിലാണ് മറവടക്കിയത്. മദീനയിലാണ് മരണപ്പെട്ടതെങ്കിലും ഉഹദിലാണ് മറയടക്കിയത്. പരിക്കേറ്റ അവസ്ഥയിൽ അദ്ദേഹത്തെ മദീനയിൽ എത്തിച്ചു. അവിടെ അദ്ദേഹം ഒരു രാത്രിയും പകലും ജീവനോടെ ഉണ്ടായിരുന്നു. ഈ സമയമത്രയും അദ്ദേഹം ഒന്നും തന്നെ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ലെന്ന് പറയപ്പെടുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു, മറിച്ച് അബോധാവസ്ഥയിലായിരുന്നു. ഹദ്രത്ത് ഷമാസ് 34-ാമത്തെ വയസ്സിലാണ് ഷഹീദായത്. യുവാവായിരുന്നു. ഹദ്രത്ത് ഷമാസ് ബിൻ ഉസ്മാനെ പറ്റിയുള്ള ചരിത്രം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായിരുന്നു. ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യുന്നതിൻ്റെയും ഉന്നതമായ മാതൃകയായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഹദ്രത്ത് തൽഹയുടെ സ്നേഹാതിരേകത്തിൻ്റെ ചരിത്രം കാണപ്പെടുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അമ്പേൽക്കാതിരിക്കാൻ തൻ്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ മുഖത്തിനു മുന്നിൽ പിടിക്കുകയുണ്ടായി. അവിടെ ഷമാസിന്റെ മഹത്തായ ത്യാഗവും കാണപ്പെടുന്നുണ്ട്. ഹദ്രത്ത് ഷമാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ നിലയുറപ്പിച്ചു. ഓരോ ആക്രമത്തെയും സ്വയം ഏറ്റുവാങ്ങി. ഷമാസിനെ എന്തിനോടെങ്കിലും ഉപമിക്കാൻ പറ്റുമെങ്കിൽ പരിചയോട് ഉപമിക്കാവുന്നതാണ്. അതായത് ഉഹദ് മൈതാനത്തിൽ അദ്ദേഹം എനിക്ക് വേണ്ടി പരിചയായി നിലകൊണ്ടു. അദ്ദേഹം എൻ്റെ മുന്നിലും പിന്നിലും സംരക്ഷണം തീർത്തുകൊണ്ട് അവസാന ശ്വാസം വരെ പൊരുതിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നിടത്തെല്ലാം ഷമാസിനെ വളരെ ധൈര്യപൂർവ്വം പൊരുതുന്നതായിട്ടാണ് കണ്ടത്. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിക്കുന്നതിൽ വിജയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹാത്സ്യപ്പെട്ട് വീഴുകയും ചെയ്തു. അപ്പോൾ ഷമാസ് തന്നെയാണ് പരിചയായി നിന്നത്. അങ്ങനെ അദ്ദേഹത്തിന് മാരകമായി പരിക്ക് പറ്റി. അതേ അവസ്ഥയിൽ അദ്ദേഹത്തെ മദീനയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഹദ്രത്ത് ഉമ്മ സൽമ പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ പിതൃവ്യപുത്രനാകുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്യേണ്ടത്. പക്ഷേ പരിക്കുകളുടെ കാഠിന്യം കാരണം 1.5-2 ദിവസങ്ങൾക്ക് ശേഷം തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷമാസിനെയും മറ്റ് ശുഹദാക്കളെ പോലെ അദ്ദേഹത്തിൻ്റെ അതേ വസ്ത്രങ്ങളിൽ തന്നെ ഖബറടക്കുക. ഹദ്രത്ത് നോമാൻ ബിൻ മാലിക്കിൻ്റെ ഷഹാദത്ത് സംബന്ധിച്ച വിവരണം. ഹദ്രത്ത് നോമാൻ ബിൻ മാലിക് ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവുകയുമുണ്ടായി. അദ്ദേഹത്തെ സഫ്വാൻ ബിൻ ഉമയ്യയാണ് ഷഹീദാക്കിയത്. മറ്റൊരു നിവേദനമനുസരിച്ച് ഹദ്രത്ത് നോമാൻ ബിൻ മാലിക്കിനെ
അബാൻ സയ്യിദാണ് ഷഹീദാക്കിയത്. ഹദ്രത്ത് നോമാൻ ബിൻ മാലിക്, ഹദ്രത്ത് മജ്സർ ബിൻ സിയാദ്, ഹസ്രത്ത് ഉബാദത്ത് ബിൻ ഹസ്സാസ് എന്നിവരെ ഉഹദിന്റെ അവസരത്തിൽ ഒരേ ഖബറിലാണ് മറവടക്കിയത്. ഹസ്രത്ത് നോമാൻ ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സുലൂലുമായി കൂടിയാലോചന നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവാണേ, ഞാൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വളരെ ഉറച്ച സ്വരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് താൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്ങനെ? അപ്പോൾ നോമാൻ പറഞ്ഞു, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും താങ്കൾ അള്ളാഹുവിൻ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ യുദ്ധത്തിൽ നിന്നൊരിക്കലും പിന്തിരിഞ്ഞോടുന്നതല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ആ ദിവസം തന്നെ അദ്ദേഹം ഷഹീദായി. ഖാലിദ് ബിൻ അബൂ മാലിക് ജ്യോതി നിവേദനം ചെയ്യുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊരു നിവേദനം കണ്ടിരിക്കുന്നു. അതായത് ഹദ്രത്ത് നോമാൻ ബിൻ ഔക്കൽ അൻസാരി ഇങ്ങനെ ദുആ ചെയ്യുകയുണ്ടായി, എൻ്റെ നാഥ, നീയാണ് സത്യം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഞാൻ എന്നെ മുടങ്ങുന്ന അവസ്ഥയിൽ സ്വർഗത്തിലെ പച്ചപ്പിൽ നടക്കുന്നതായിരിക്കും. അങ്ങനെ അദ്ദേഹം അതേ ദിവസം തന്നെ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കശ്ഫിൽ കണ്ടിരിക്കുന്നു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദേഹം സ്വർഗത്തിൽ നടക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹത്തിന് എന്തെങ്കിലും മുടന്തോ മറ്റോ ഉണ്ടായിരുന്നില്ല. ഇനി ഹസ്രത്ത് സാബിത്ത് ബിൻ ദഹദയെ പറ്റിയുള്ള പരാമർശമാണ്. സാബിത്ത് ബിൻ ദഹദയും ഉഹദ് യുദ്ധത്തിൽ നല്ല രീതിയിൽ ഭാഗമാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പങ്കാളിത്തവും പ്രകടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന വാർത്തയ്ക്ക് ശേഷം മുസ്ലിങ്ങളിൽ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് അഭയം നൽകുന്നതാണ്. അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നബിയുടെ ദീനിനും അതിൻ്റെ സന്ദേശത്തിനും വേണ്ടി പടപൊരുതി നിങ്ങളുടെ നാഥന്റെ സവിധത്തിൽ ഷഹീദായി എത്തുകയില്ലേ? ഹദ്രത്ത് സാബിദ് ബിൻ ദഹദ അൻസാറുകളോട് പറഞ്ഞു, അല്ലയോ അൻസാർ സംഘമേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെങ്കിൽ അള്ളാഹു ജീവിച്ചിരിപ്പുള്ളവനാണല്ലോ, അവന് മരണം വരുന്നതല്ല. നിങ്ങളുടെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുവിൻ, അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. അത് കേട്ടപ്പോൾ അൻസാരി മുസ്ലിങ്ങളുടെ ഒരു സംഘം എഴുന്നേൽക്കുകയും അവർ സാബിത്തിനോടൊപ്പം ചേർന്ന് മുശ്രിക്കീങ്ങളുടെ ഒരു സംഘത്തെ ആക്രമിക്കുകയും ചെയ്തു. അതിൽ ഖാലിദ് ബിൻ വലീദ്, ഇക്രിമ ബിൻ അബൂജഹൽ, അംർ ബിൻ ആസ്, ലിറാർ ബിൻ ഖത്താബ് എന്നിവരുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ ഒരു ചെറിയ സംഘം യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ ഖാലിദ് ബിൻ വലീദ് ശക്തമായി തിരിച്ചടിച്ചു. സാബിത്ത് ബിൻ ദഹദയിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും ഷഹീദാക്കുകയും ചെയ്തു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, സാബിത്ത് ബിൻ ദഹദ ഉഹദ് ദിവസം മുന്നിലേക്ക് വന്നു. മുസ്ലിങ്ങൾ ആ സമയത്ത് ചിതറിപ്പിരിഞ്ഞിരുന്നു. അവർ അസ്വസ്ഥരായിരുന്നു. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ അൻസാർ സംഘമേ, എൻ്റെ അടുക്കലേക്ക് വരുവിൻ. ഞാൻ സാബിത്ത് ബിൻ ദഹദ ആകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടുവെങ്കിൽ തന്നെയും അള്ളാഹു ജീവിച്ചിരിപ്പുള്ളവനാകുന്നു, അവനൊരിക്കലും മരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദീനിനു വേണ്ടി പടപൊരുതുവിൻ, അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്, നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംഘം അൻസാറുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി. ഇദ്ദേഹം ഈ മുസ്ലിങ്ങളെയും കൂട്ടി ശത്രുക്കൾക്കെതിരിൽ ആക്രമണം നടത്തി. അവർക്കെതിരിൽ കാഫിര്യങ്ങളുടെ വളരെ ശക്തമായൊരു സൈന്യമാണ് വന്നത്. അതിൻ്റെ നേതാവ് ഖാലിദ് ബിൻ വലീദ്, അംർ ബിൻ ആസ്, ഇക്രിമ ബിൻ അബൂജഹൽ, ലിറാർ ബിൻ ഖത്താബ് എന്നിവരായിരുന്നു. ഇവർ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ആക്രമിച്ചു. സാബിത്തിനെ ഖാലിദ് ബിൻ വലീദ് അമ്പുകൊണ്ട് ആക്രമിച്ചു. അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറിപ്പോയി. സാബിത്ത് ഷഹീദായി വീണു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അൻസാരികളും ഷഹീദാക്കപ്പെട്ടു. ഇക്കാര്യം കൊണ്ട് തന്നെ അന്നത്തെ ദിവസം
മുസ്ലിങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഷഹീദാക്കപ്പെട്ടവർ ഇവരാണെന്ന് പറയപ്പെടുന്നു. ഒരു നിവേദനമനുസരിച്ച് ഖാലിദ് മുന്നോട്ട് വന്ന് അമ്പെയ്യുകയും അങ്ങനെ സാബിത്ത് പരിക്കേറ്റ് നിലത്തേക്ക് വീഴുകയും ചെയ്തു. ജനങ്ങൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് രക്തം വരുന്നത് നിലച്ചെങ്കിലും ഹുദൈബിയ യുദ്ധത്തെ തുടർന്ന് ഓരോ മുറിവുകളും വീണ്ടും പൊട്ടുകയുണ്ടായി. ഈ സങ്കടത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെയും ഒരു റിവായത്തുണ്ട്. ഹസ്രത്ത് ജാബിർ ബിൻ സമറ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സാബിത്ത് ബിൻ ദഹദയുടെ ജനാസയുടെ കൂടെ കാൽനടയായി പോവുകയും തിരിച്ച് കുതിരപ്പുറത്ത് വരികയും ചെയ്തു. ഈ നിവേദനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഹുദൈബിയ യുദ്ധത്തിന് ശേഷം മുറിവുകൾ പൊട്ടുകയുണ്ടായി എന്ന നിവേദനം ദുർബലമാണെന്നും അദ്ദേഹം നേരത്തെ തത്സമയം തന്നെ ഷഹീദായി എന്നുമാണ്. ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളുടെ ഷഹാദത്തിനെ പറ്റിയും പരാമർശം കാണപ്പെടുന്നുണ്ട്. സാബിത്ത് ബിൻ വഖ്ഷ്, റിഫ ബിൻ വഖ്ഷ് എന്നീ സഹോദരന്മാർ ഉഹദ് യുദ്ധ ദിവസം ഷഹീദാക്കപ്പെടുകയുണ്ടായി. അവരോടൊപ്പം സാബിത്ത് ബിൻ വഖ്ഷിന്റെ 2 മക്കൾ സൽമാൻ ബിൻ സാബിത്തും അമ്ര ബിൻ സാബിത്തും ഷഹീദാക്കപ്പെട്ടിരുന്നു. അമ്ര ബിൻ സാബിത്തിന്റെ മറ്റൊരു പേര് ഉസൈറ എന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവരെല്ലാം അൻസാറിലെ ബനു അബ്ദുൽ അസ്അൽ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. റിഫാ ബിൻ വഖ്ഷ് വൃദ്ധനായ വ്യക്തിയായിരുന്നു. സഹോദരന്മാരായിരുന്ന റിഫാവും സാബിത്തും ഉഹദ് യുദ്ധത്തിൽ ഒന്നിച്ചാണ് പടപൊരുതിയത്. റിഫായിനെ ഖാലിദ് ബിൻ വലീദ് ഷഹീദാക്കി. സാബിത്ത് ബിൻ വഖ്ഷിന്റെ ഷഹാദത്ത് സംഭവം ഇപ്രകാരം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നു ഇസാഖ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് വേണ്ടി പോയി. സാബിത്ത് ബിൻ വഖ്ഷും ഹസീൽ ബിൻ ജാബിറും, ഇദ്ദേഹത്തിൻ്റെ പേര് യമാൻ എന്നുമായിരുന്നു. ഇദ്ദേഹം ഹുസൈഫ ബിൻ യമാന്റെ പിതാവുമാകുന്നു. വൃദ്ധന്മാരായിരുന്നു. ഇവർ മുസ്ലിം സ്ത്രീകളും കുട്ടികളും സുരക്ഷിതത്വത്തിനു വേണ്ടി അഭയം പ്രാപിച്ച കോട്ടയിലാണ് ഉണ്ടായിരുന്നത്. അവരിൽ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്താണ് കാത്തിരിക്കുന്നത്? നമുക്കിനി അധികം ആയുസ്സൊന്നും ബാക്കിയില്ല. ഇന്ന് നമ്മൾ മരണപ്പെട്ടില്ലെങ്കിൽ നാളെ ഏതായാലും മരണപ്പെടുന്നതാണ്. നമുക്ക് വാളുകളും എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടാം. ഒരുപക്ഷെ അള്ളാഹു നമുക്ക് ഷഹാദത്ത് തന്നേക്കാം. അങ്ങനെ അവർ 2 പേരും ഖഡ്ഗവുമേന്തി കാഫിര്യങ്ങൾക്കിടയിൽ കയറി, അതായത് യുദ്ധത്തിൽ ഭാഗവാക്കായി. അമ്ര ബിൻ സാബിത്ത്, ഉസൈറ എന്നും ഇദ്ദേഹത്തിന് പേരുണ്ട്. അമ്ര ബിൻ സാബിത്ത് ബിൻ വഖ്ഷ് അൻസാരി ഉസൈറ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് ഹസ്രത്ത് ഹുസൈഫ ബിൻ യമാന്റെ സഹോദരിയായിരുന്നു. ഇദ്ദേഹം ഉഹദ് യുദ്ധ ദിവസം ഫജ്ർ നമസ്കാരത്തിന് ശേഷമാണ് മുസ്ലിമായത്. ഫജ്ർ നമസ്കാരത്തിന് ശേഷം മുസ്ലിമായതുകൊണ്ട് നമസ്കാരം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ നിന്ന് പൊരുതുകയും അങ്ങനെ ഷഹീദാവുകയും ചെയ്തു. ഹദ്രത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ പോലും നമസ്കരിച്ചിട്ടില്ലെങ്കിലും സ്വർഗസ്ഥനായ വ്യക്തിയെപ്പറ്റി അറിയുമോ? ജനങ്ങൾക്ക് അതേപ്പറ്റി അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഉസൈർ ആകുന്നു, അതായത് അമ്ര ബിൻ സാബിത്ത്. ഒരു നിവേദനത്തിൽ പറയുന്നു, ഉസൈറും തൻ്റെ ഗോത്രത്തിനു മുന്നിൽ ഇസ്ലാമിനെ നിഷേധിച്ചു കൊണ്ടിരുന്നു. ഉഹദ് യുദ്ധമുണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉസൈറിന് ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. പിന്നെ തൻ്റെ വാളുമേന്തി തൻ്റെ ഗോത്രത്തിൽ വന്നു. ജനങ്ങൾക്കിടയിൽ തള്ളിക്കയറി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പരുക്കുകൾ അദ്ദേഹത്തെ പരിശീലനനാക്കി. അതേ സമയത്ത് ബനു അബ്ദുൽ അസ്അലിലെ ആളുകൾ തങ്ങളുടെ ശുഹദാക്കളുടെ മൃതദേഹങ്ങൾ തിരയുകയായിരുന്നു. പെട്ടെന്നാണ് അവരുടെ കണ്ണുകൾ അദ്ദേഹത്തെ കണ്ടത്. അത്ഭുതത്തോടെ അവർ പറഞ്ഞു, ഇത് ഉസൈറാണല്ലോ. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ ആരാണ് എത്തിച്ചത്? നമ്മൾ അദ്ദേഹത്തെ അവിടെ വിട്ടുവന്നതാണല്ലോ. അദ്ദേഹം ഇസ്ലാമിനെ നിഷേധിയുമായിരുന്നു. തുടർന്ന് അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഉസൈർ, നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് എത്തിയത്? തൻ്റെ ഗോത്രത്തോടുള്ള അഭിമാനം കൊണ്ടാണോ,
അതല്ല ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടാണോ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ വന്നത്. അതായത് ഞാൻ ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ആയിരിക്കുന്നു. ഞാൻ വാളുമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം അവരുടെ കൈകളിൽ കിടന്നുകൊണ്ട് തന്നെ അന്ത്യശ്വാസം വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗസ്ഥനാകുന്നു. ഞാൻ ഇതിനിടയിൽ അല്പം നിർത്തുന്നതാൻ കാരണം ഇവിടെ അവിടുന്ന് പറഞ്ഞു അദ്ദേഹം സ്വർഗസ്ഥനാകുന്നു എന്ന് എഴുതിയ സ്ഥലത്ത് റളിയല്ലാഹു അൻഹു എന്നാണ് എഴുതിയിട്ടുള്ളത്. വാസ്തവത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇത് സഹാബി പറഞ്ഞതാണോ എന്നൊരു തെറ്റിദ്ധാരണയുണ്ടായി. ഏതായാലും ഇതിൽ നിന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹം സ്വർഗസ്ഥനാകുന്നു. ആദ്യം പറഞ്ഞ നിവേദനവും, അതായത് നമസ്കാരങ്ങളൊന്നും അനുഷ്ഠിക്കാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നതും ശരിയാണെന്ന് മനസ്സിലാകുന്നു. ജീവിതത്തിൻ്റെ അവസാനത്തിൽ വന്ന് ഷഹാദത്തിൻ്റെ സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. ഈ കുടുംബത്തിലെ 4ാമത്തെ ഷഹീദ് ഹദരത്ത് സൽമാ ബിൻ സാബിത്ത് ആകുന്നു. ഹദരത്ത് സൽമാ ബിൻ സാബിത്തിൻ്റെ മുഴുവൻ പേര് സൽമാ ബിൻ സാബിത്ത് ബിൻ വഖ്ഷ് എന്നാണ്. ഹദരത്ത് സൽമ ബദർ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ അബൂ സുഫിയാനാണ് ഹദരത്ത് സൽമ ബിൻ സാബിത്തിനെ ഷഹീദാക്കിയത്. ഹദരത്ത് സൽമയുടെ പിതാവ് ഹദരത്ത് സാബിത്ത് ബിൻ വഖ്ഷും പിതൃബിൻ ഹദരത്ത് റിഫാ ബിൻ വഖ്ഷും സഹോദരൻ ഹദരത്ത് അമ്ർ ബിൻ സാബിത്തും ഉഹദ് യുദ്ധത്തിൽ ഷഹീദാക്കപ്പെടുകയുണ്ടായി. ഈ കുടുംബത്തിലെ നിരവധി ആളുകൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. മുഖൈരിക് ഒരു യഹൂദിയും ബനു നദീർകാരനുമായിരുന്നു. മുഹമ്മദ് ബിൻ ഉമർ അസ്ലമ പറയുന്നു, ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ചിലർ ഇദ്ദേഹം ബനു കൈൻകയിൽപ്പെട്ട ആളാണെന്നും മറ്റു ചിലർ ബനു സാലബ് ബിൻ ഫദിയൂനിൽപ്പെട്ട വ്യക്തിയാണെന്നും പറയുന്നു. ഇദ്ദേഹം യഹൂദികളിലെ വലിയ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിശേഷതകളും തൻ്റെ അറിവ് മുഖേന തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ മതത്തോടുള്ള സ്നേഹം അധികമായിരുന്നു. അതുകൊണ്ട് വിശ്വാസിയായില്ല. ശനിയാഴ്ച ദിവസം അദ്ദേഹം പറഞ്ഞു, അല്ലയോ യഹൂദ സംഘമേ, നിങ്ങൾക്കറിയുമോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹായിക്കേണ്ടത് നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. അതായത് ജുമാ ദിവസമാണ് സൈന്യം ഉഹദിലേക്ക് പോയത്. അദ്ദേഹം അടുത്ത ദിവസം, അതായത് ശനിയാഴ്ചയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇന്ന് ശബത്തിന്റെ ദിവസമാകുന്നു, ഇന്ന് യുദ്ധം ചെയ്യുന്ന പ്രശ്നം തന്നെയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ശബത്തുമില്ല. തുടർന്ന് തൻ്റെ ഗോത്രത്തോട് പറഞ്ഞു, അഥവാ ഇന്ന് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ സ്വത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതായിരിക്കും. അദ്ദേഹത്തിന് അത് ഇഷ്ടം പോലെ ചെലവഴിക്കാവുന്നതാണ്. പിന്നെ തൻ്റെ ആയുധവുമേന്തി പുറപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിൽ ഭാഗവാക്കായി ഷഹീദാകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഖൈരിക് യഹൂദികളിൽ ഏറ്റവും ഉത്തമനാകുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, മുഖൈരിക് യഹൂദികളിലും സൽമാൻ ഫാരിസികളിലും ബിലാൽ ഹബ്ഷികളിലും മുൻകടന്നവരാകുന്നു. ഒരു ചരിത്രകാരൻ മുഖൈരിക്കിനെ പറ്റി എഴുതുന്നു, ഒരു അഭിപ്രായ പ്രകാരം അദ്ദേഹം കാഫിര്യങ്ങളോട് പൊരുതിക്കൊണ്ടാണ് ജീവൻ ത്യജിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ ഹദ്റത്തിൽ നിന്ന് അദ്ദേഹത്തെ പറ്റി ശ്രേഷ്ഠമായ വാക്കുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിരവധി ജീവചരിത്രകാരന്മാരും മറ്റ് ചരിത്രകാരന്മാരും മുഖൈരിക്കിനെ മുസ്ലിമായി ഗണിക്കുന്നുണ്ട്. ഇതിൽ ഇബ്നു ഹിഷാം, സുഹൈലി, ഇബ്നു ഹജർ, ഇബ്നു കസീർ, ബലാദരി, ഖാദി അയാസ്, ഇമാം നവവി തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ഇനി ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെ പറ്റിയുള്ള പരാമർശമാണ്. ചരിത്രത്തിൽ പറയുന്നു, അള്ളാഹുവിനോടും അവൻ റസൂലിനോടുമുള്ള സ്നേഹം അദ്ദേഹത്തെ എല്ലാ ഭൗതിക കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തൻ്റെ പ്രിയപ്പെട്ട ജീവൻ എങ്ങനെയെങ്കിലും
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കണം എന്നത് മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം പൂർത്തിയാവുകയും ചെയ്തു. മജ്ദ ഫില്ല, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാതുമുറിഞ്ഞവൻ എന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സവിശേഷതയായിരുന്നു. ഷഹാദത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വീകരിക്കപ്പെട്ട ഒരു ദുആ ഇതായിരുന്നു. അതായത് ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ദുആ എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടതെന്ന് പറയുന്നു. ഷഹാദത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ദുആ സ്വീകാര്യതയുടെ സംഭവം പ്രസിദ്ധമാണ്. ഇസാഖ് ബിൻ സാദ് ബിൻ അബി വക്കാസ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷ് എൻ്റെ പിതാവ് സയദിനോട് ഉഹദ് യുദ്ധ ദിവസം പറഞ്ഞു, വരൂ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ അവർ ഒരു ഭാഗത്തേക്ക് മാറിപ്പോയി. ആദ്യം സഅദ് ഇങ്ങനെ ദുആ ചെയ്തു, അള്ളാഹുവേ, നാളെ ഞാൻ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ എന്നെ നേരിടുന്നത് യുദ്ധത്തിൽ ശക്തനായ ശത്രുപടനുമായിരിക്കണം. അയാളുടെ ഗാംഭീര്യം എന്നെ അതിജയിക്കണം. അങ്ങനെ ഞാൻ അയാളുമായി പൊരുതുകയും അയാളെ നിന്റെ മാർഗത്തിൽ കൊല്ലുകയും അയാളുടെ ആയുധങ്ങൾ എനിക്ക് കൈവശപ്പെടുത്താൻ കഴിയുകയും വേണം. അപ്പോൾ അബ്ദുല്ലാ ബിൻ ജഹ്ഷ് ആമീൻ എന്ന് പറഞ്ഞു. തുടർന്ന് അബ്ദുല്ലാ ബിൻ ജഹ്ഷ് ഇങ്ങനെ ദുആ ചെയ്തു. ആദ്യത്തേത് ആദ്യം പറഞ്ഞ ആളുടെ സഅദിൻ്റെ ദുആയാകുന്നു. ഇനി അബ്ദുല്ലാ ബിൻ ജഹ്ഷിൻ്റെ ദുആയാണ്. അള്ളാഹുവേ, നാളെ എൻ്റെ മുന്നിൽ വളരെ ശക്തമായി യുദ്ധം ചെയ്യുന്നവൻ വരികയും അയാൾ എന്നെ അതിജയിക്കുകയും വേണം. അങ്ങനെ അയാളോട് ഞാൻ നിനക്ക് വേണ്ടി പൊരുതുകയും അയാൾ എന്നോട് യുദ്ധം ചെയ്യുകയും അയാൾ എന്നെ അതിജയിച്ച് എന്നെ വധിക്കുകയും എന്നെ പിടിച്ച് കാതും മൂക്കും എല്ലാം ഛേദിക്കുകയും വേണം. അങ്ങനെ ഞാൻ നിന്റെ സവിധത്തിലെത്തുമ്പോൾ നീ എന്നോട് ചോദിക്കണം, അബ്ദുല്ല, എന്ത് കാരണമാണ് നിന്റെ കാതും മൂക്കുമെല്ലാം ഛേദിക്കപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറയും, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ, നിന്റെ റസൂലിൻ്റെ മാർഗത്തിൽ. അതിന് മറുപടിയായി നീ പറയും, നീ പറഞ്ഞത് സത്യമാണ്. അതായത് അള്ളാഹുവും നീ പറഞ്ഞത് സത്യമാണെന്ന് പറയണമെന്ന ആഗ്രഹമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നത്. സഅദ് പറയുന്നു, ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷിൻ്റെ ദുആ എൻ്റെ ദുആയേക്കാൾ ഉത്തമമായിരുന്നു. അവസാന ദിവസം നോക്കുമ്പോൾ അദ്ദേഹത്തിന് 2 കാതുകളും മൂക്കും ഒരു ചരടിൽ തൂക്കിയിട്ട അവസ്ഥയിലാണ് കണ്ടത്. അതായത് അവ ഛേദിക്കപ്പെടുകയും പിന്നെ കോർത്തിട്ടിരിക്കുകയുമായിരുന്നു. സഹാബാക്കൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹവും കൗതുകകരമായിരുന്നു. ഹദ്റത്ത് മത്ലബ് ബിൻ അബ്ദുല്ലാ ബിൻ ഹൻതബ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെടുകയും വഴിയിൽ മദീനയ്ക്കടുത്ത് ഷേഖൈൻ എന്ന സ്ഥലത്തിന് സമീപം രാത്രി തങ്ങുകയും ചെയ്തു. അവിടെ ഹദ്റത്ത് ഉമ്മ സൽമ പുഴുങ്ങിയ ഒരു ഭക്ഷണം കൊണ്ടുവന്നു. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചു. അതുപോലെ നബീദയും കൊണ്ടുവന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബീദ കുടിക്കുകയും ചെയ്തു. ഇത് ദ്രവരൂപത്തിലുള്ള ഒരു ഭക്ഷണമാണ്, ഹരിയ പോലുള്ളതാണ്. പിന്നെ മറ്റൊരാൾ നബീസ് ഉള്ള ആ പാത്രം വാങ്ങി അതിൽ നിന്ന് കുറച്ച് കുടിച്ചു. തുടർന്ന് ആ പാത്രം ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷ് വാങ്ങി തീർക്കുകയുണ്ടായി. ഒരാൾ അബ്ദുല്ലാ ബിൻ ജഹ്ഷിനോട് പറഞ്ഞു, അല്പം എനിക്ക് കൂടി തരൂ. നാളെ രാവിലെ നിങ്ങൾ എവിടെ പോകുമെന്ന് ആർക്കറിയാം? അതാ യുദ്ധം നടക്കുന്നതാണ്. ആരാണ് ഷഹീദാവുകയെന്ന്, ആരാണ് ജീവിച്ചിരിക്കുകയെന്നും ആർക്കറിയാം? ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷ് പറഞ്ഞു, എനിക്കറിയാം. എനിക്കെൻ്റെ ഷഹാദത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. തുടർന്ന് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിനെ നല്ലപോലെ വയർനിറച്ച് കണ്ടുമുട്ടുന്നതാണ് ഇഷ്ടം, അല്ലാതെ പട്ടിണിയും ദാഹവുമായി കണ്ടുമുട്ടുന്നതിലല്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളതാണ്. അതുകൊണ്ട് നല്ലപോലെ ഭക്ഷണം കഴിച്ച അവസ്ഥയിൽ കണ്ടുമുട്ടാനാണ് താല്പര്യം. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത്. സഹാബാക്കൾക്ക് അള്ളാഹുവുമായുള്ള സ്നേഹത്തിൻ്റെയും കൗതുകകരമായ രീതിയാണ്. അതിനുവേണ്ടി അവരുടെ തയ്യാറെടുപ്പുകളും കൗതുകകരമായിരുന്നു. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷിനെയും ഹദ്റത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിനെയും ഒരേ ഖബറിലാണ് അടക്കം ചെയ്തത്. ഹദ്റത്ത് ഹംസ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷിൻ്റെ മാതുലനായിരുന്നു. ഷഹാദത്ത് വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രായം 40-ൽ അല്പം കൂടുതലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശങ്ങളുടെ രക്ഷാധികാരിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മകന് ഖൈബറിൽ സ്വത്ത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഹദരത്ത് അബൂ സഅദ് ഖൈസമ ബിൻ ഖൈസമയുടെ ഷഹാദത്ത്. അതിനുവേണ്ടി ദുആക്ക് അപേക്ഷ സംബന്ധിച്ച് പ്രകാരം കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആക്ക് അപേക്ഷിക്കുകയുണ്ടായി. മുഹമ്മദ് ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു, ഖൈസമ ഉഹദ് ദിവസം പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനതിൽ പങ്കെടുക്കാൻ കൊതിച്ചിരുന്നു. അങ്ങനെ ബദറിൽ പോകുന്നതിന് വേണ്ടി നറുക്കിട്ടപ്പോൾ എൻ്റെ മകൻ സഅദ് ബിൻ ഖൈസമയുടെ നറുക്കാണ് വന്നത്. അദ്ദേഹം ബദറിൽ ഷഹാദത്ത് വരിച്ചു. കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിലവനെ നല്ല അവസ്ഥയിലാണ് കണ്ടത്. അവൻ സ്വർഗത്തിലെ ആരാമങ്ങളിലും അരുവികളിലും ചുറ്റി നടന്നുകൊണ്ട് എന്നോട് പറയുന്നു, താങ്കളും ഞങ്ങളുടെ അടുക്കിലേക്ക് വരൂ, നമുക്ക് സ്വർഗത്തിൽ ഒന്നിച്ചു കഴിയാം. ഞാൻ എൻ്റെ നാഥൻ്റെ വാഗ്ദാനത്തെ സത്യമാണെന്ന് കണ്ടിരിക്കുന്നു. അള്ളാഹുവാണെ, ഞാൻ സ്വർഗത്തിൽ അവൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു. അതായത് അവിടെ പോയി അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, എനിക്ക് ഷഹാദത്ത് ലഭിക്കാനും സ്വർഗത്തിൽ അവൻ്റെ സാമീപ്യം കിട്ടാനും എനിക്ക് വേണ്ടി ദുആ ചെയ്താലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അദ്ദേഹം ഉഹദിൽ ഷഹീദാവുകയും ചെയ്തു. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ അമറിൻ്റെ ഷഹാദത്ത് വിവരണം ഒരു നിവേദനത്തിൽ പറയുന്നു, ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ അമർ ഉഹദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ തൻ്റെ മകൻ ജാബിറിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പ്രിയ മകനെ, ഞാൻ പ്രഥമ ശൂതാക്കളിൽ ഉൾപ്പെടുമെന്നാണ് കരുതുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി ഒന്നും തന്നെ ഞാനിവിടെ വിട്ടേച്ചു പോകുന്നില്ല. അതായത് ഈഹലോകത്ത് ഈ വ്യക്തിത്വങ്ങളാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ടത്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ വ്യക്തിത്വം, അതിനുശേഷം എൻ്റെ മകനായ നീയും. എനിക്ക് അല്പം കടബാധ്യതയുണ്ട്, അതെനിക്ക് വേണ്ടി നീ തീർക്കണം. നിന്റെ സഹോദരിമാരോട് നല്ല രീതിയിൽ പെരുമാറാൻ ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുകയാണ്. അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കരുത്. ഹദരത്ത് ജാബിർ പറയുന്നു, അടുത്ത ദിവസം രാവിലെ എൻ്റെ പിതാവിനാണ് ഏറ്റവും ആദ്യം ഷഹീദായത്. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ മൂക്കും കാതും ഛേദിച്ചു. ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശുഹദാക്കളെ മറവടക്കാൻ വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ അവരുടെ മുറിവോടുകൂടി തന്നെ കഫൻ ചെയ്യുക, കാരണം ഞാൻ അവർക്ക് മേൽ സാക്ഷിയാകുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരുക്ക് പറ്റുകയും പിന്നെ ഖിയാമത്ത് ദിവസം രക്തമൊലിക്കുന്ന അവസ്ഥയിലും ഒരു മുസ്ലിമും വരുന്നതല്ല. അവരുടെ നിറം കുങ്കുമ നിറവും മണം കസ്തൂരിയുടേതുമായിരിക്കും. അതായത് അവർ പ്രീതജനങ്ങളാകുന്നു. അവർ അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഹാജരാക്കപ്പെടുന്നതാണ്. അവരെ കുളിപ്പിക്കുകയോ കഫൻ ചെയ്യുകയോ വേണ്ടതില്ല. അവരുടെ വസ്ത്രം തന്നെ അവർക്ക് കഫനാകുന്നു. ഹദരത്ത് ജാബിർ പറയുന്നു, എൻ്റെ പിതാവിന് ഒറ്റ പുതപ്പിലാണ് കഫൻ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ മറവടക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയുക എന്ന് ചോദിച്ചിരുന്നു. ഇന്നയാൾ എന്ന് പറഞ്ഞ് ചൂണ്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് മുൻപേ ആദ്യം കവറിൽ ഇറക്കുവിൻ എന്ന് പറഞ്ഞിരുന്നു. അതായത് ഖുർആൻ അറിയുന്നവരെയാണ് ആദ്യം കബറടക്കിയിരുന്നത്. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ അമറാണ് ഉഹദ് ദിവസം ഏറ്റവും ആദ്യം ഷഹീദായത്. കബറടക്കം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാ ബിൻ അമറിനെയും അമ്ര ബിൻ ജമൂഹിനെയും ഒരേ കബറിൽ അടക്കുക, കാരണം അവർക്കിടയിൽ ആത്മാർത്ഥ സ്നേഹമുണ്ടായിരുന്നു. തുടർന്ന് പറഞ്ഞു, അവർ ഇഹലോകത്ത് പരസ്പരം സ്നേഹിക്കുന്നവരായിരുന്നു. അവരെ ഒരേ കബറിൽ അടക്കം ചെയ്യുക. അദ്ദേഹം പറയുന്നു, അബ്ദുല്ലാ ബിൻ അമർ ഗോതമ്പ് വർണ്ണമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിരസിൽ മുൻവശത്ത് മുടിയില്ലായിരുന്നു. ആകാരം ഒരുപാട് നീണ്ടതുമല്ലായിരുന്നു. പക്ഷേ ഹസ്രത്ത് അമ്ര ബിൻ ജമൂഹ് ദീർഘകായനായിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞത്. രണ്ടുപേരെയും ഒരേ ഖബറിൽ തന്നെ മറവടക്കി. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള വിവരിക്കുന്നു, ഉഹദ് യുദ്ധ ദിവസം എൻ്റെ പിതാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കൊണ്ടുവന്നു.
അദ്ദേഹത്തിന് മൃതദേഹം വികൃതമാക്കപ്പെട്ടിരുന്നു, അതായത് ശരീരാവയവങ്ങൾ ഛേദിച്ചിരുന്നു, പ്രത്യേകിച്ചും കാതും മൂക്കും. അദ്ദേഹത്തിന്റെ മൃതദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ചു. പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റാൻ തുനിഞ്ഞപ്പോൾ ആളുകൾ എന്നെ തടയുകയുണ്ടായി. ആളുകൾ ഒരു സ്ത്രീ കരയുന്നതായി കേട്ടു. ആരോ പറഞ്ഞു, അത് ഹസ്രത്ത് അബ്ദുല്ല ബിൻ അമ്രിന്റെ മകളാകുന്നു. അവരുടെ പേര് ഹസ്രത്ത് ഫാത്തിമ ബിൻ അമ്ർ എന്നായിരുന്നു. അതേസമയം അത് അദ്ദേഹത്തിന്റെ സഹോദരിയാണെന്നും പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരയാതിരിക്കൂ. മലക്കുകൾ അദ്ദേഹത്തിന് മീതെ തങ്ങളുടെ ചിറകുകൾ കൊണ്ട് തണൽ വിരിക്കുന്നുണ്ട്. അദ്ദേഹം സ്വർഗത്തിൽ പോയിരിക്കുന്നു. അദ്ദേഹം സൗഭാഗ്യവാനാകുന്നു. അദ്ദേഹത്തിന് വേണ്ടി കരയേണ്ട കാര്യം എന്താണ്? മറ്റൊരു നിവേദനത്തിൽ ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള പറയുന്നു, എൻ്റെ പിതാവിനെ ഉഹദ് ദിവസം കൊണ്ടുവന്നപ്പോൾ എൻ്റെ മാതൃ സഹോദരി കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനും കരഞ്ഞു തുടങ്ങി. ആളുകൾ എന്നെ വിലക്കിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിലക്കുകയുണ്ടായില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കരഞ്ഞാലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. അള്ളാഹുവാണേ, നിങ്ങൾ അദ്ദേഹത്തെ കബറടക്കം ചെയ്യുന്നതുവരെയും മലക്കുകൾ തുടർച്ചയായി തങ്ങളുടെ ചിറകുകളുമായി അദ്ദേഹത്തിന് മീതെ തണൽ വിരിക്കുന്നുണ്ടായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു സൂറ ബഖറയുടെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു പറയുന്നു, ഷഹീദാകുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ മൃതന്മാരെന്ന് പറയരുത്. അവർ അള്ളാഹുവിൻ്റെ ജീവൽ ശിപ്പായിമാരായിരുന്നു. അള്ളാഹു അവർക്ക് തീർച്ചയായും പ്രതിഫലം നൽകുന്നതാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നു, നോക്കുക, ഒരു സഹാബി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു മുന്നിൽ മുശ്രിക്കീങ്ങളുടെ 5 വീതം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിലൊഴികെ മറ്റെല്ലാ യുദ്ധത്തിലും കാഫിരീങ്ങൾ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അള്ളാഹു മറ്റ് യുദ്ധങ്ങളിൽ ഉഹദിനും പകരം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണം കാരണം ഇരുന്നിട്ടാണ് നമസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നമസ്കരിച്ചതുകൊണ്ട് സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിന്നിൽ ഇരുന്നു കൊണ്ടാണ് നമസ്കരിച്ചത്. പിന്നിൽ ആരും നിൽക്കുകയുണ്ടായില്ല. ഗ്രന്ഥകാരൻ എഴുതുന്നു, ഒരുപക്ഷെ ഈ നമസ്കാരം ശത്രുക്കൾ തിരിച്ചു പോയതിനു ശേഷമായിരിക്കും അനുഷ്ഠിച്ചിട്ടുണ്ടാവുക. സഹാബാക്കൾ ഇരുന്ന് നമസ്കരിച്ചത് സംബന്ധിച്ചാണെങ്കിൽ അവർ അങ്ങനെ ചെയ്യാൻ കാരണം ഇമാമും മാമൂമിങ്ങളും തമ്മിൽ ഒരൈക്യം ഉണ്ടാകാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ചെയ്തത്. പിന്നീട് ഈ കൽപ്പന കാലഹരണപ്പെടുകയുണ്ടായി. അതായത് ഇത് നിർബന്ധമില്ല, മാമൂമിങ്ങൾക്ക് നിന്ന് നമസ്കരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം അനുമാനിക്കാവുന്നതിനെ പറ്റി എഴുതുന്നയാൾ പറയുന്നു, ഇരുന്ന് നമസ്കരിച്ചവരെല്ലാം പരുക്ക് പറ്റിയവരായിരിക്കാം. ഭൂരിഭാഗം സഹാബാക്കളും പരുക്ക് പറ്റിയവരായിരുന്നു. അതുകൊണ്ട് അവർ ഇരുന്ന് നമസ്കരിച്ചു. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇരുന്ന് നമസ്കരിച്ചുവെന്ന് എഴുതുകയായിരുന്നു. അതായത് അവരിൽ നിന്ന് നമസ്കരിച്ചവരും ഉണ്ടായിരുന്നു. അത് പരുക്ക് പറ്റാത്തവരായിരുന്നു. അത്തരം ആളുകളുടെ എണ്ണം തുലം കുറവായിരുന്നു. ഭൂരിഭാഗവും പരിക്കേറ്റവരായിരുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കണക്കാക്കിക്കൊണ്ട് എല്ലാ മാമൂമിങ്ങളെ പറ്റിയും അവർ ഇരുന്ന് നമസ്കരിച്ചു എന്ന് പറയുകയാണ് ഉണ്ടായത്. ഇത് സീറത്ത് ഹൽബിയയുടെ ഉദ്ധരണിയാകുന്നു. ഉഹദ് യുദ്ധത്തിലെ ശുഹദാക്കളുടെ എണ്ണത്തെപ്പറ്റിയും പരാമർശമുണ്ട്. ഉഹദ് യുദ്ധത്തിലെ മുസ്ലിം ശുഹദാക്കളുടെ എണ്ണത്തെപ്പറ്റി ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ആ ദിവസം വധിക്കപ്പെട്ടവരുടെ എണ്ണം 70 എന്നാണ്. അതിൽ 4 മുഹാജിരീങ്ങളുമുണ്ട്. ഹദ്രത്ത് ഹംസ, ഹദ്രത്ത് മുസ്അബ്, ഹദ്രത്ത് അബ്ദുല്ല ബിൻ ജഹ്ഷ്, ഹദ്രത്ത് ഷമാസ് ബിൻ ഉസ്മാൻ. മറ്റൊരു നിവേദനത്തിൽ ഉഹദിലെ ശുഹദാക്കളുടെ എണ്ണം 80 എന്ന് പറയുന്നു. അതിൽ 74 അൻസാറുകളും 6 മുഹാജിരീങ്ങളുമായിരുന്നു എന്നും പറയുന്നു. അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു, 6 മുഹാജിരീങ്ങൾ ഷഹീദായിട്ടുണ്ടെങ്കിൽ 5-ാമത്തേത് ഹാത്തിബ് ബിൻ ബൽതആയുടെ അടിമ സഅദും 6-ാമത്തേത് സഖീബ് ബിൻ അമ്രും ആയിരുന്നു. ഇദ്ദേഹം ബനു അബ്ദു ഷംസിന്റെ കൂട്ടുകാരായിരുന്നു.
ഒയൂനിൽ അസർ എന്ന ഗ്രന്ഥത്തിൽ ഷഹാദാക്കളുടെ എണ്ണം 96 പറയുന്നു. മുശ്രിക്കുകളിൽ മരണപ്പെട്ടവരുടെ എണ്ണം 23 ഒരു നിവേദനത്തിൽ 22 മുശ്രിക്കുകൾ എന്നും വന്നിട്ടുണ്ട്. വേറൊരു നിവേദനത്തിൽ പറയുന്നു, ഈ യുദ്ധത്തിൽ ഹദ്രത്ത് ഹംസ ഒറ്റയ്ക്ക് 31 മുശ്രിക്കുകളെ വധിക്കുകയുണ്ടായി. ഈ നിവേദനം ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അവരിൽ മരണപ്പെട്ടവരുടെ മൊത്തം എണ്ണം 23 മാത്രമായിരുന്നു. ഒരു ചരിത്രകാരൻ ഉഹദിലെ ശൂതാക്കളുടെ എണ്ണത്തെപ്പറ്റി എഴുതുന്നു, ഉഹദ് യുദ്ധത്തിൽ കാഫിര്യങ്ങളുടെ കൈകളാൽ ഷഹാദത്തിന്റെ ഭാഗ്യം വരിച്ച സ്വഹാബാക്കളുടെ എണ്ണത്തെപ്പറ്റി വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ചരിത്രകാരന്മാരെല്ലാവരും ഹദീസ് പടുക്കളും ഉഹദിലെ ശൂതാക്കളുടെ എണ്ണം 49 മുതൽ 100 വരെയാണെന്ന് പറയുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഉഹദ് ദിവസം 70 സഹാബാക്കൾ ഷഹീദായി എന്നാണ് പറയുന്നത്. ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളുടെ ജനാസ നമസ്കാരത്തെപ്പറ്റിയും കബറടക്കിയതിനെപ്പറ്റിയും പരാമർശങ്ങളുണ്ട്. ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളുടെ ജനാസ നമസ്കാരത്തെപ്പറ്റി വ്യത്യസ്ത നിവേദനങ്ങളാണ് ഉള്ളത്. സഹീഹ് ബുഖാരിയിലുള്ള നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളെ ഈ 2 പേരെ ഒരേ തുണിയിൽ ഒന്നിച്ചു വെച്ചിരുന്നു. എന്നിട്ട് ഇവരിൽ ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. അതിൽ ആരെയെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത മൃതദേഹം ആദ്യം കബറിലേക്ക് ഇറക്കുമായിരുന്നു. ഒരേ തുണിയിലാണെങ്കിൽ പോലും ഇടത്തോ വലത്തോ ആദ്യം വെച്ചിട്ടുണ്ടാകാം, പിന്നെ രണ്ടാമത്തെയാളെയും അതോടൊപ്പം വെച്ചിട്ടുണ്ടാകാം. തുടർന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഖിയാമത്ത് നാളിൽ ഇവർക്ക് സാക്ഷിയാകുന്നു. അവരെ അവരുടെ രക്തത്തോടു കൂടി തന്നെ മറവടക്കാൻ കൽപ്പിച്ചിരുന്നു. അവരെ കുളിപ്പിക്കുകയോ അവർക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുകയോ ചെയ്തിരുന്നില്ല. സഹീഹ് ബുഖാരിയിലെ മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് ഉഖ്ബ ബിൻ ആമിർ നിവേദനം ചെയ്യുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളുടെ ജനാസ നമസ്കരിപ്പിച്ചു. ബുഖാരിയിലെ വേറൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശുഹദാക്കളുടെ ജനാസ ഉഹദ് യുദ്ധത്തിന് 8 വർഷങ്ങൾക്ക് ശേഷമാണ് നമസ്കരിച്ചത്. ഇവിടെ വിവിധ നിവേദകന്മാർ പറഞ്ഞ വ്യത്യസ്ത നിവേദനങ്ങൾ നമ്മുടെ മുന്നിൽ വരികയുണ്ടായി. ഇവയിൽ നിന്ന് അവരുടെ ജനാസ ആ സമയത്ത് നമസ്കരിച്ചില്ലെന്നും പിന്നീടാണ് നമസ്കരിച്ചതെന്നും വ്യക്തമാകുന്നുണ്ട്. സുനൻ ഇബ്നു മാജയിൽ പറയുന്നു, ഹസ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വീതം ശൂതാക്കളുടെ ജനാസ നമസ്കരിക്കുകയും ചെയ്തിരുന്നു. ഹദ്രത്ത് ഹംസയുടെ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം മറ്റു ശൂതാക്കളെ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇക്കാര്യത്തിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കാം. സുനൻ അബൂദാവൂദിൽ വന്ന നിവേദനത്തിൽ ഹദ്രത്ത് അനസ് ബിൻ മാലിക് പറയുന്നു, ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളെ കുളിപ്പിച്ചിരുന്നില്ല. അവരെ രക്തസമേതം, അതായത് മുറിവുകളോടുകൂടി തന്നെ കബറെടുക്കുകയാണ് ഉണ്ടായത്. അവരിൽ ആരുടെയും ജനാസയെ നമസ്കരിച്ചിട്ടില്ല. സുനൻ അബൂദാവൂദിൽ തന്നെയുള്ള മറ്റൊരു നിവേദനത്തിൽ ഹസ്രത്ത് അനസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയുടേതല്ലാതെ മറ്റൊരു ഷഹീദിന്റെയും ജനാസ നമസ്കരിച്ചിട്ടില്ല. സുനൻ തിർമിദിയിൽ ഹസ്രത്ത് അനസ് ബിൻ മാലിക്കിന്റെ നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിലെ ശുഹദാക്കളുടെ ജനാസ നമസ്കരിക്കുകയുണ്ടായില്ല. ഭൂരിഭാഗം ആളുകളും ജനാസ നമസ്കരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സീറത്ത് ഇബ്നു ഹിഷാമിലും സീറത്ത് ഹൽബയിലും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശുഹദാക്കളിൽ ഏറ്റവും ആദ്യം ഹദ്രത്ത് ഹംസയുടെ ജനാസ നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജനാസയിൽ 7 തക്ബീർ ചൊല്ലുകയുണ്ടായി. സീറത്ത് ഹൽബയെ അനുസരിച്ച് 4 തക്ബീറുകളാണ് ചൊല്ലിയത്. ബാക്കി ശുഹദാക്കളെ ഓരോരുത്തരെയായി കൊണ്ടുവരികയും ഹദ്രത്ത് ഹംസയുടെ മയ്യത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പേർക്കുമായി ജനാസ നമസ്കാരം അനുഷ്ഠിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ ശൂതാക്കളുടെയും ജനാസ 1 തവണയും ഹദ്രത്ത് ഹംസയുടെ ജനാസ 72 തവണയും മറ്റു ചിലരുടെ വീക്ഷണത്തിൽ 92 തവണയും നമസ്കരിക്കുകയുണ്ടായി. ഏതായാലും എല്ലാ നിവേദനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിൽ പലതും ദുർബലവുമാകുന്നു. ചരിത്ര ഗ്രന്ഥമായ ദലായിലുൻ നുബൂവയിൽ പറയുന്നു, ഹദ്രത്ത് ഹംസയുടെ മയ്യത്തിന് സമീപം 9 ശൂതാക്കളെ ഒരുമിച്ച് കൊണ്ടുവരികയും അവരുടെ ജനാസ നമസ്കരിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് പ്രസ്തുത 9 പേരെ മാറ്റുകയും വേറെ 9 ശൂതാക്കളെ കൊണ്ടുവരികയും ചെയ്തിരുന്നു.
ഇങ്ങനെ എല്ലാ ശൂതാക്കളുടെയും ജനാസ നമസ്കരിക്കുകയുണ്ടായി. ഓരോ തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വീതം തക്ബീറുകൾ ചൊല്ലുകയുണ്ടായി. സീറത്ത് ഹൽബിയിലെയും ദലായിലുൻ നുബൂവയിലും ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളുടെ ജനാസയെ സംബന്ധിച്ച ഹദീസുകളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. 2 ഗ്രന്ഥങ്ങളിലും ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ളയുടെ നിവേദനമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളെ അവരുടെ രക്തത്തോടുകൂടി കബറടക്കാനാണ് കൽപ്പന നൽകിയത്. അവരെ കുളിപ്പിക്കുകയോ അവരുടെ ജനാസ നമസ്കരിക്കുകയോ ചെയ്യുകയുണ്ടായില്ല. ഇത് കൂടുതൽ പ്രബലമായ നിവേദനമാകുന്നു. അവരുടെ ജനാസ നമസ്കരിച്ചിരുന്നില്ല എന്ന കാര്യം തന്നെയാണ് ഒടുവിൽ വ്യക്തമാകുന്നത്. ഹദരത്ത് ഇമാം ഷാഫി പറയുന്നു, തുടർച്ചയായ നിവേദനങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നത് എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളുടെ ജനാസ നമസ്കരിക്കുകയുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശൂതാക്കളുടെ ജനാസ നമസ്കരിച്ചുവെന്നും ഹദരത്ത് ഹംസയുടെ ജനാസയ്ക്ക് 70 തക്ബീറുകൾ ചൊല്ലിയെന്നും പറയുന്ന നിവേദനങ്ങൾ ശരിയല്ല. ഉഖബ ബിൻ ആമിറിന്റെ നിവേദനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജനാസ നമസ്കരിക്കുകയുണ്ടായി. ഈ നിവേദനത്തിൽ 8 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം എന്ന് പറയുന്നുണ്ട്. 8 വർഷങ്ങൾക്ക് ശേഷമാണെന്നും തത്സമയമല്ലെന്നും എഴുതിയിരിക്കുന്നു. ഇമാം ബുഖാരി തൻ്റെ ഗ്രന്ഥത്തിൽ ബാബു സ്വലാത്തി അല ഷഹീദ്, ശുഹദാക്കളുടെ ജനാസ നമസ്കാരം എന്ന പേരിൽ ഒരധ്യായം ചേർത്തിട്ടുണ്ട്. അതിന് കീഴിൽ കേവലം 2 ഹദീസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ഹദീസ് ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നതാണ്. ഇതിൽ വ്യക്തമായും പറയുന്നു, ഉഹദ് യുദ്ധത്തിലെ ശൂതാക്കളെ കുളിപ്പിക്കുകയോ അവരുടെ ജനാസ നമസ്കരിക്കുകയോ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഹദീസ് ഹദരത്ത് ഉഖ്ബ ബിൻ ആമിറിന്റെ നിവേദനമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, അന്ന നബിയ ഖറജ യൗമൻ ഫസല്ലി അല അഹ്ലി ഉഹദിൻ സ്വലാത്തഹു അലൽ മയ്യത്തി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയും ഉഹദിലെ ശുതാക്കൾക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുന്നത് പോലെ തന്നെ നമസ്കരിക്കുകയും ചെയ്തു. ഇതേ ഹദീസ് ബുഖാരിയിലുമുണ്ട്. ഇത് തന്നെ മറ്റൊരിടത്ത് ഉഹദ് യുദ്ധത്തിന്റെ അധ്യായത്തിലും വന്നിട്ടുണ്ട്. അവിടെയും ഇതേ സ്വഹാബി നിവേദനം ചെയ്യുന്നു, സല്ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖതല ഉഹദിൻ ബാദ സമാനിയത സിനീന കൽ മവദ്ദത്തി ലിൽ അഹിയായി വൽ മവാത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശോതാക്കൾക്ക് വേണ്ടി 8 വർഷത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ വിട നൽകുന്നത് പോലെ നമസ്കരിക്കുകയുണ്ടായി. അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു, മരിച്ചവർക്ക് വേണ്ടി ഒരു നീണ്ട കാലശേഷം ഖബറിൽ ജനാസ നമസ്കരിക്കാറില്ല എന്നതാണ് ഇമാം ഷാഫി ഉദ്ദേശിച്ചത്. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണസമയം സമീപസ്ഥമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശൂതാക്കളുടെ ഖബറുകളിൽ പോയി അവർക്ക് വിട നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും പാപപ്രതി യാചിക്കുകയും ചെയ്തു. ജമാഅത്തിന്റെ നിലപാടും ഇതുതന്നെയാകുന്നു. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്, അതായത് ആ സമയത്ത് ജനാസ നമസ്കരിക്കേണ്ടായില്ല. അത് വ്യക്തവുമാണ്. നിവേദനങ്ങൾ ഉഹദിലെ ശൂതാക്കളുടെ ജനാസ നമസ്കരിച്ചിട്ടില്ല എന്നതിന് അനുഗുണവുമാണ്. ജനാസ നമസ്കരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും എഴുതിയിട്ടുള്ളത്. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വഫാത്ത് അടുത്തെത്തിയപ്പോൾ പ്രത്യേകമായി ഉഹദിലെ ശൂതാക്കളുടെ ജനാസ നമസ്കരിപ്പിക്കുകയും വേദനാനിർഭരമായി ദുആ ചെയ്യുകയുമുണ്ടായി. ഇനിയും ഇതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാ ബാക്കി പിന്നീട്. ലോകത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയാം. യുദ്ധത്തിൻ്റെ അഗ്നി ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യകുലത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരുപാട് ദുആകൾ അനിവാര്യമാകുന്നു. അഹമ്മദികൾക്ക് മാത്രമേ ശരിയായ രീതിയിൽ ദുആ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ ദുശ്ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഓരോ കാര്യത്തിലും അവർ എന്തെങ്കിലും കാരണം കണ്ടെത്തി ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത്, ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് എന്നെല്ലാം ഒഴികഴിവ് പറയുകയാണ്. ഒരു കാര്യത്തെയും ഒരു ബുദ്ധിക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ലോകത്തിലെ മറ്റ് ശക്തരായ ഭരണകൂടങ്ങൾക്ക് തങ്ങളുടെ ഇഷ്ടം പോലെയാണ്, അല്ലെങ്കിൽ അവർക്കും ഇസ്രായേലിനെ ഭയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയോ സർക്കാരോ നൽകുന്ന പ്രസ്താവനയ്ക്ക് അനുസൃതമായിട്ടാണ് ഇവർ പ്രസ്താവന ഇറക്കുന്നത്.
യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആക്രമണം നിർത്തണമെന്നും പറയും. എന്നാൽ പിന്നീട് അവരുടെ പ്രസ്താവനകൾ വരുമ്പോൾ അവരുടെ കൂടെ കൂടുകയും ചെയ്യുന്നു. അള്ളാഹു മുസ്ലിങ്ങൾക്ക് മേൽ കരുണ ചൊരിയുമാറാകട്ടെ. അവരെയും അള്ളാഹുവിന് മുന്നിൽ കുനിയുന്നവരാക്കുമാറാകട്ടെ. ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അവൻ്റെ അഭയത്തിൽ വന്നാൽ മാത്രമേ ഇവർക്ക് തങ്ങളുടെ ഇഹപരലോകങ്ങൾ നന്നാക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു കരുണ ചൊരിയുമാറാകട്ടെ. നമുക്കും ദുആ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കുമേലും കരുണ ചൊരിയുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر